വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മക്കളില്ലാതെ വേദനിക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മളുടെ ചുറ്റിലും ഉണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ മക്കളില്ലാതെ ദുഃഖിച്ച് കരഞ്ഞ ഒരു കുടുംബമാണ് അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബം. ഈ സാഹചര്യത്തിൽ സാറായിയുടെ ബുദ്ധിയിൽ ഉദിച്ച പരിഹാരമാർഗമായിരുന്നു തൻ്റെ ദാസി ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി കൊടുക്കുക എന്നത്. ഹാഗാർ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് കണ്ട ഹാഗാറിൻ്റെ കണ്ണിൻ മുമ്പിൽ സാറ നിന്ദിതയായി. ഉൽപ്പത്തി 16:4. തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിന് പകരം അഹങ്കരിച്ച ഹാഗാറിന് അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ ഹാഗാർ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ ഇരിക്കുകയാണ്. അഹങ്കാരം വീഴ്ചയ്ക്ക് കാരണമാകുന്നു. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും എന്ന സഭാപ്രസംഗി 15:25 പറയുന്നത്. ഹാഗാറിനോട് ദൈവം ചോദിക്കുന്നത്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ പോകുന്നു എന്നാണ്. ഈ ചോദ്യത്തിൽ കൂടി ഹാഗാറിനെ ഓർപ്പിക്കുന്നത്, നീ ഇപ്പോഴും സാറായിയുടെ ദാസിയാ, നീ മടങ്ങി സാറായിയുടെ അടുക്കൽ ചെല്ലണം. ഹാഗാറിൻ്റെ അവസ്ഥയിലല്ല എങ്കിലും ദൈവത്തെ മറന്ന് അഹങ്കാരത്തിൽ ജീവിക്കുന്ന എല്ലാവരോടുമുള്ള കർത്താവിൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. നീ എവിടെ നിന്നുമാണ് വന്നത് എന്ന് ചിന്തിക്കണം. നിന്റെ ഓട്ടം എവിടേക്കാണ് എന്നും ചിന്തിക്കണം. ഇന്ന് നീ ദൈവ വഴി വിട്ട് സഞ്ചരിക്കുകയല്ലേ? നീ യാത്ര ചെയ്യുന്നത് നാശത്തിലേക്കാ. ഒരു മടങ്ങിപ്പോക്ക് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഞാൻ ആരാണ്? സൃഷ്ടിപ്രവർത്തനത്തിൽ മണ്ണിൽ നിന്നും ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. സങ്കീർത്തനം 8:5 പറയുന്നത്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് സൃഷ്ടിച്ചു എന്ന. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ജീവന, ദൈവത്തിൻ്റെ സ്നേഹഹൃദയമുള്ളവരാണ് നാം. ആദിമ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രിയമിത്രമായിരുന്നു. ദൈവത്തോടുകൂടി നടന്നവനായിരുന്നു. എല്ലാ ദിവസവും മനുഷ്യനോടൊപ്പം നടക്കുവാൻ ദൈവം ഏദൻ തോട്ടത്തിൽ വരുമായിരുന്നു. ഉൽപ്പത്തി 3:8. എന്നാൽ ഇന്നോ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തോടുകൂടി നടക്കേണ്ടുന്ന നാം പാപം ചെയ്തതിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവസംസർഗം ഉപേക്ഷിച്ച് ദൈവമായിട്ടുള്ള എല്ലാ കൂട്ടായ്മ ബന്ധവും ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയാണ്. ദൈവശബ്ദം കേൾക്കേണ്ട മനുഷ്യൻ പിശാചിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് യാത്ര ചെയ്യുകയാണ്. മനുഷ്യനിന്ന് ഇരുട്ടിൻ്റെ ദുഷ്പ്രവൃത്തികളുടെ വിളനിലമായി മാറിയിരിക്കുന്നു. പരസ്പരം കൊല്ലുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ ആകുന്നു. യോഹന്നാൻ 8:44. ഹാഗാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടവളായിരുന്നു. അവളിൽ ഉടലെടുത്ത അസൂയയും അഹങ്കാരവും അവളെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് അകറ്റി. ഇതേ വിധത്തിൽ ഞാനും നീയും കർത്താവിനോട് കൂടി വസിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമ്മളുടെ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുകയല്ലേ? ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കാമായിരുന്ന സ്ഥാനം ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയല്ലേ? ഈ ഒരു അവസ്ഥ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ പുത്തൻ്റെ ഉപമയിലും കാണുന്നത്. പിതാവിൻ്റെ നന്മകൾ അനുഭവിച്ച് പിതാവിനോടൊപ്പം ജീവിക്കേണ്ട ഇളയ മകൻ ഭവനത്തിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനം ദുരുപയോഗപ്പെടുത്തി ഇപ്പോൾ അവൻ പന്നിയോടൊപ്പം പന്നിയെ മേയിച്ച് പന്നിക്കുള്ളത് കൊണ്ട് വിശപ്പടക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പന്നിയെപ്പോലെ വൃത്തിഹീനമായ വേറൊരു മൃഗമില്ല. ആ അവസ്ഥയിലെ ഇപ്പോഴവൻ. ഈ അവസ്ഥയല്ലേ നമുക്കുമുള്ളത്. ദൈവസന്നിധിയിൽ നമുക്കുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെടുത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഓടുകയല്ലേ ഞാനും നീയും. ഈ ഓട്ടത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് ഇന്ന് വരെയും ചിന്തിച്ചിട്ടുണ്ടോ? തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ഹാഗാരിനോട് ദൈവം പറയുന്നത്,
നീ നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിപ്പോകണം. നീ അവൾക്ക് കീഴടങ്ങിയിരിക്കണം. ഉൽപ്പത്തി 16:9. ഈ പ്രഭാതത്തിൽ കർത്താവിന് നമ്മോട് പറവാനൊരു ദൂതുണ്ട്. നീ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. നീ എൻ്റെ ഭവനത്തിൽ എന്നോടുകൂടി പാർക്കേണ്ടുന്നവനാ. അവനോടുകൂടി പാർക്കുവാൻ നാം എന്താ ചെയ്യേണ്ടുന്നത്? മുടിയൻ പുത്രൻ എന്തു ചെയ്തു എന്ന് നോക്കാം. അവൻ പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. തെറ്റ് സമ്മതിച്ച പുത്രനെ പിതാവ് കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു, കാലിന് ചെരുപ്പിട്ടു, കൈക്ക് മോതിരമണിയിച്ചു, പുതുവസ്ത്രം നൽകി വലിയ വിരുന്നൊരുക്കി. ലൂക്കോസ് 15:22-24 വരെ. നഷ്ടപ്പെട്ടു പോയ പുത്രൻ പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വന്നതുപോലെ നാമും മടങ്ങി വരണം. മനസാന്തരപ്പെടണം. മനസാന്തരപ്പെട്ട പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. ലൂക്കോസ് 15:7. നമ്മുടെ മടങ്ങി വരവിൽ കൂടി സ്വർഗം സന്തോഷിക്കണം. കർത്താവേ, പാപ വഴികളെ വിറ്റ് മനസാന്തരപ്പെട്ട് എൻ്റെ മടങ്ങി വരവിൽ കൂടി സ്വർഗം സന്തോഷിപ്പാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗതാതനോടെ വന്നുടങ്ങിതാ, സ്നേഹമോടെ ചുംബിച്ചിടുന്നു. ദൈവദൂതരെ പാടിടുവിൻ, സ്വർഗീശുദ്ധരെ നിങ്ങൾ പാർപ്പിൻ. രക്ഷിതാവിനാ